എളുപ്പത്തിലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? നെയ്ച്ചോറ് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിലോട്ട് നെയ്യും ഓയിലും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് പകുതി സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്തതിന് ശേഷം ഒരു ബ്രൗൺ കളറാക്കി വറുത്തെടുക്കുക. ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലം ഇത്രയാണ് ചേർക്കുന്നത്. ഹോൾ ഗരം മസാല നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 2 കപ്പ് കൈമ റൈസ് കുറച്ച് നേരം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനൊപ്പം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷർ നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നെയ്ച്ചോറ്. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നല്ല എരിവോടുള്ള ഒരു ബീഫ് കറിയും പപ്പടവും സാലഡുമാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്